Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് പണി കിട്ടിയതൊന്നല്ല, നമ്മുടെ വണ്ടിയുടെ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു, സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ സർവീസിംഗ് ഉദ്ദേശിച്ചത് നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം, അതുപോലെ കൂളൻ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഞാൻ 5W30 എന്ന് പറഞ്ഞിട്ടുള്ള സെമി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്യണത്. അത് പല ടൈപ്പ് ഓയിലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ചിലത് 5000 കിലോമീറ്റർ ഓടും, ചിലത് 10000 കിലോമീറ്റർ ഓടും. അപ്പോൾ ഞാനിത് 10000 കിലോമീറ്റർ വരെ ഓടാവുന്ന ഓയിൽ ചേഞ്ച് ചെയ്യണത്, പക്ഷേ 8000 കിലോമീറ്റർ ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ 5000 കിലോമീറ്റർ സാധാരണ ഓയിലൊക്കെ 5000 കിലോമീറ്ററിൽ തന്നെ ചേഞ്ച് ചെയ്തിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ജെന്യൂൻ ഫിൽറ്റർ കിട്ടാവുന്ന വാഹനങ്ങളാണെങ്കിൽ ജെന്യൂൻ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഡസ്റ്റും കാര്യങ്ങളും, അതായത് നമ്മൾ എമിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായത് നമ്മുടെ ബയറിങ്സും അതേപോലെ തന്നെ ക്രാങ്കും കണക്റ്റോട് കാര്യങ്ങളെല്ലാം റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നൈസായിട്ട് ചെറിയ രീതിയിലുള്ള എമിരിയും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്യാൻ, അതേപോലെ തന്നെ ഓയിൽ കട്ടയായിട്ടുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ബയറിങ്ങും കാര്യങ്ങൾക്കൊക്കെ എൻജിൻ്റെ അകത്തുള്ള ബയറിങ്ങും കാര്യങ്ങൾക്കൊക്കെ തേയ്മാനം വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ജെന്യൂൻ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് പണി കിട്ടുന്ന മറ്റൊരു പരിപാടിയാണ് ഡ്രൈ നെറ്റ് ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, അഴിക്കാൻ കിട്ടാതെ വരിക എന്നുള്ള സംഭവം. അപ്പോൾ അതും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഏകദേശം 100 രൂപ താഴെ വരുന്നുള്ള ഡ്രൈ നെറ്റ്, പക്ഷേ ഓയിലിൻ്റെ സബ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഭയങ്കര എമൗണ്ട് വരും. അപ്പോൾ അതൊരു ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫിൽറ്റർ ആദ്യമായിക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫിൽറ്ററിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡ്രൈൻ ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ ഓപ്പണിങ് അല്ലെങ്കിൽ ആ ഒരു ഫോയിൽ ഇവിടെ നിൽക്കും. അത് കാരണം ഞാൻ ഫിൽറ്റർ ആദ്യം അയച്ചത്. ശരിക്കും കണ്ട തിങ്ങി ഞെരിഞ്ഞ് അതുമ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയി. ഇതിന് തന്നെ ഒരു ബെൻഡേജ് കണ്ട, ആ ഒരു ഓയിൽ ഇതിലടിച്ച് ഫ്ലഷ് ചെയ്ത് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം അത് അതിൽ ഡസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫിൽറ്റർ ചെയ്യുന്നത് മൊത്തത്തിൽ ഹാർഡായി. അപ്പോൾ നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ പോകണം. ഓയിൽ ഡ്രെയിൻ ചെയ്യണം പോണേക്കാളും മുമ്പ് നമ്മളുടെ ഓയിലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒഴിക്കണ ഓയിൽ ഏകദേശം 3300 നമ്മൾ ഈ ഒരു എർട്ടിഗയ്ക്ക് ഒഴിക്കാൻ പോകുന്ന ഓയിൽ. അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടണ ഓയിൽ ആ ഒരു അളവ്, നമ്മൾ മുന്നേ ഒഴിച്ച അളവിൽ തന്നെയുള്ള ഓയിൽ വീണ്ടും നമ്മൾക്ക് കിട്ടണമുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾക്ക് സിലിണ്ടർ വഴി ഓയിൽ കൺസപ്ഷൻ വരാം, ടർബോ വഴി ഓയിൽ കൺസപ്ഷൻ വരാം, അതല്ലെങ്കിൽ ഓയിലിൻ്റെ ലീക്ക് വഴി ഓയിൽ കൺസപ്ഷൻ വരാം. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് മെയിൻ ഈ ഒരു ഉപകാരമാണ് നമ്മൾ ഓയിൽ ചേഞ്ചിങ് സമയത്ത് ഡ്രെയിൻ ചെയ്യണ ഓയിൽ നമ്മൾ ഒഴിക്കണ ഓയിലിൻ്റെ ആ റേഷ്യോയിൽ തന്നെ ഉണ്ടോ, അത് അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണത്. അപ്പോൾ നമ്മൾ ഓയിലിൽ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കൈയോടെ തന്നെ നമ്മൾ കൂളൻറ്റും കൂടി ഡ്രെയിൻ ചെയ്യണ്ട. അത് 600 കേട്ടോ. അപ്പോൾ നമ്മളുടെ എൻജിൻ ഓയിലിൻ്റെ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗബ്രിയൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ കൂളൻ്റാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് 2 ലിറ്റർ വാങ്ങിയിട്ടുണ്ട്. 2 ലിറ്റർ ഒഴിക്കുക, അതിന് ശേഷം നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കൂളൻറ്റിൽ ചെറിയ വേരിയേഷൻ, അതായത് ചെറിയ കുറവ് വരും. കാരണം എയർ കയറാനായിട്ട് സാധ്യത കൂടുതലായിരിക്കും റേഡിയേറ്ററിലും പൈപ്പ് ലൈനിലും. കാരണം നമ്മൾ കൂളൻ്റ് ഡ്രെയിൻ ചെയ്തു, ഡ്രെയിനറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൂളൻ്റ് ഒഴിക്കണം. അപ്പോൾ ചെറിയ പൈപ്പുകളൊക്കെ പോകുന്നുണ്ട്, അവിടെ എയർ കയറാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്താലും സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റോളം സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും കൂളൻ്റിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വലിയ കുറയില്ല, എന്നാലും ചിലപ്പോൾ ഒരു 100-200 മില്ലിയൊക്കെ കുറവുണ്ടാവും. അത് ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ എൻജിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ചേഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കൂളൻ്റിൻ്റെ ക്യാപ്പ്. അപ്പോൾ എൻജിൻ ഓയിലും
കൂളൻറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യാം. ഫോം വാഷിൻ്റെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് കമ്പനി നയിച്ചതെന്നല്ല, ഞാൻ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം ചെയ്തു. നമ്മളുടെ ചെടിക്കൊക്കെ മരുന്നടിക്കണ ഒരു സംഭവം കണ്ടില്ലേ? അപ്പോൾ ഇത് ചെടിക്കൊക്കെ മരുന്നടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എയർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചാൽ എയർ വരും. എയർ വരാമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഫോം ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ ഫോം വാഷ് അടിച്ച് നമുക്ക് ഈ ഒരു വണ്ടി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ റേഷ്യോ ഇതാണിത് 1:150 എന്നാണ്. അതായത് കുറച്ച് ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ശരി, സംഭവം വേറെ ഒന്നുമില്ല. പ്രഷർ കൂടണം, പിന്നെ വെള്ളം കുറവും പാടുള്ളൂ. അപ്പോൾ നമ്മൾ വാഷിങ്ങിനുള്ള സ്പെഷ്യൽ ടൂള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം വാഷിങ്ങിൽ സംഭവം യൂസ് ചെയ്യാനുണ്ട് കേട്ടോ, വേറെ കാര്യം. അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയതും. അപ്പോൾ ഇതേതാണ് ലിക്വിഡ് കേട്ടോ. അപ്പോൾ ലിക്വിഡ് കുഴപ്പമില്ല. ഇനിയിപ്പോൾ തുറച്ച് ക്ലീൻ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷേ ഞാൻ ഇതിൽ നിർത്തുകയാണ്. ഇനി ഞാൻ പിന്നീട് വാഷിങ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.